ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും അറിയാം, അത് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്നവരാണോ നിങ്ങൾ? ഒട്ടും ഭയപ്പെടാതെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് രാജു എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം. അവിടെ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ പെയ്ഡായിട്ടും അല്ലാതെയും ക്ലാസ് എടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മോഡൽ വേർബ്സ് എന്താന്ന് എല്ലാവർക്കും ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും അല്ലേ? അതുകൊണ്ട് മോഡൽ വേർബ്സിന്റെ ഒരു ചെറിയ പ്രാക്ടീസ്, കുറച്ച് ക്വസ്റ്റ്യൻസ്. എല്ലാ മോഡൽ വേർബ്സും അല്ല, നമ്മൾ യൂഷ്വൽ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന കുറച്ച് മോഡൽ വേർബ്സ് ആണ്. ഷുഡ്, ക്യാൻ, കുഡ്, വുഡ് എല്ലാം. മൈറ്റ്, ഓട്ട് ടു, ഇതൊന്നും നമ്മൾ സ്ഥിരമായിട്ട് ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യാറുള്ളതല്ല. അപ്പം ഈ ഷുഡ് എല്ലാം വെച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ് എല്ലാം എങ്ങനെയാ സംസാരിക്കുക എന്ന് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഞാൻ പഠിക്കണോ? ഞാൻ പഠിക്കണമെന്ന് എങ്ങനെയാ ചോദിക്കുക? ഷുഡ് ഐ സ്റ്റഡി? ഷുഡ് ഐ സ്റ്റഡി? ഞാൻ എന്തു പഠിക്കണം? വാട്ട് ഷുഡ് ഐ സ്റ്റഡി? വാട്ട് ഷുഡ് ഐ സ്റ്റഡി? അടുത്ത എക്സാമ്പിൾ എന്താ? ഞാൻ കളിക്കണോ? ഷുഡ് ഐ പ്ലേ? ഷുഡ് ഐ പ്ലേ? ഞാൻ എവിടെ കളിക്കണം? വേർ ഷുഡ് ഐ പ്ലേ? വേർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? വേർ ഷുഡ് ഐ പ്ലേ? ഞാൻ പോവണോ? ഷുഡ് ഐ ഗോ? ഷുഡ് ഐ ഗോ? ഞാൻ എപ്പോൾ പോകണം? വെൻ ഷുഡ് ഐ ഗോ? വെൻ ഷുഡ് ഐ ഗോ? ഞാൻ വരണോ? ഷുഡ് ഐ കം? ഷുഡ് ഐ കം? ഞാൻ എങ്ങനെ വരണം? എങ്ങനെ എന്ന് പറയുമ്പോൾ ഹൗ ഷുഡ് ഐ കം? ഹൗ ഷുഡ് ഐ കം? നിനക്ക് പോവാൻ കഴിയുമോ? നിനക്ക് പോവാൻ കഴിയുമോ? ക്യാൻ യു ഗോ? അവിടെ ഷുഡ് അല്ല, കഴിയുമോ എന്നാണ്. അതാവുമ്പോ ക്യാൻ യു ഗോ? നിനക്ക് എപ്പോൾ പോകാൻ കഴിയും? നിനക്ക് എപ്പോൾ പോവാൻ കഴിയും? വെൻ ക്യാൻ യു ഗോ? വെൻ ക്യാൻ യു ഗോ? നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞിരുന്നോ? നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞിരുന്നോ? ഹാവ് യു ബീൻ ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ്? ഹാവ് യു ബീൻ ഏബിൾ ടു ലേൺ ഇംഗ്ലീഷ്? എങ്ങനെയാ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ കഴിഞ്ഞത്? ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? ഹൗ ഡിഡ് യു ലേൺ ഇംഗ്ലീഷ്? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണോ എന്ന് എങ്ങനെയാ ചോദിക്കുക? ഡു യു ലൈക്ക് ഡ്രൈവിംഗ്? ഡു യു ലൈക്ക് ഡ്രൈവിംഗ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്നത്? അവിടെ ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ പ്രസന്റ് ആണ്, അതുകൊണ്ടാണ് ഡു യൂസ് ചെയ്യുന്നത്. വൈ ഡു യു ലൈക്ക് ഡ്രൈവിംഗ്? ഷുഡ് ഐ സിംഗ് ഇൻ കോമ്പറ്റീഷൻ? ഷുഡ് ഐ സിംഗ് ഇൻ കോമ്പറ്റീഷൻ? ഞാൻ മത്സരത്തിൽ പാടണോ? അതിന്റെ ആൻസർ പാടണം എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെയാ പറയാ? യു ഷുഡ് സിംഗ് ഇൻ കോമ്പറ്റീഷൻ. യു ഷുഡ് സിംഗ് ഇൻ കോമ്പറ്റീഷൻ. നിങ്ങൾ മത്സരത്തിൽ പാടണം. പാടണ്ട എന്നാണ് മറുപടി. എന്താ പറയാ? നോ യു ഷുഡൻ സിംഗ് ഇൻ കോമ്പറ്റീഷൻ. നോ യു ഷുഡൻ സിംഗ് ഇൻ കോമ്പറ്റീഷൻ. അതൊരു നിർബന്ധിതമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നതെങ്കിൽ ആണ് നമ്മൾ ഷുഡ് അല്ലെങ്കിൽ മസ്റ്റ് എന്ന് പറയുന്ന മോഡൽ വേർബ്സ് യൂസ് ചെയ്യുക. വേണമെങ്കിൽ എന്നൊക്കെയാണ് നമ്മളുടെ മറുപടി എങ്കിൽ നമ്മൾ ഏത് മോഡൽ വേർബായി ഉപയോഗിക്കുന്നത്? ക്യാൻ അല്ലെങ്കിൽ കുഡ് എന്ന്. വേണമെങ്കിൽ യു മേ, യു ക്യാൻ എന്ന് പറയാം. ഇവിടെ ഷുഡ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും ചെയ്യണം അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യരുത്, ഷുഡിന്റ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷുഡ് ആൻഡ് ഷുഡിന്റ് എന്ന് പറയുന്ന മോഡൽ വേർബ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഷുഡ് ഐ ടെൽ ദം ദ ട്രൂത്ത്? ഷുഡ് ഐ ടെൽ ദം ദ ട്രൂത്ത്? ഞാൻ അവരോട് സത്യം പറയണോ? യെസ് യു ഷുഡ് ടെൽ ദം ദ ട്രൂത്ത്. യെസ് യു ഷുഡ് ടെൽ ദം ദ ട്രൂത്ത്. അവരോട് സത്യം പറയണം. നോ യു ഷുഡിൻ ടെൽ ദം ദ ട്രൂത്ത്. നോ യു ഷുഡിൻ ടെൽ ദം ദ ട്രൂത്ത്. ഇല്ല, നിങ്ങൾ അവരോട് സത്യം പറയരുത്. അവരോട് സത്യം പറയരുത്. ഷുഡിൻ ടെൽ ദം ദ ട്രൂത്ത്. ഷുഡ് ഐ സീ എ ഡോക്ടർ? ഷുഡ് ഐ സീ എ ഡോക്ടർ? അവിടെ ഒരു ഒപ്പീനിയൻ, ഒരു അഭിപ്രായം ചോദിക്കാൻ. ഞാനൊരു ഡോക്ടറെ കാണേണ്ടതുണ്ടോ? അതായത് ആവശ്യമുണ്ടോ? യു ഷുഡ് സീ എ ഡോക്ടർ. ആൻസർ കാണണം, കാണിക്കേണ്ടതാണ്, ഡോക്ടറെ കാണേണ്ടതാണെന്ന് എങ്ങനെയാ പറയാ? യു ഷുഡ് സീ എ ഡോക്ടർ. യു ഷുഡ് സീ എ ഡോക്ടർ. നോ യു ഡോണ്ട് ഹാവ് ടു സീ ദ ഡോക്ടർ. അവിടെ കണ്ടില്ലേ, അവിടെ ഷുഡിന്റ് എന്നല്ല പറഞ്ഞത്, യു ഡോണ്ട് ഹാവ് ടു സീ ദ ഡോക്ടർ. ഷുഡിന്റ് എന്ന് പറയുമ്പോൾ നിർബന്ധമായി നിങ്ങൾ ഡോക്ടറെ കാണേണ്ട എന്നാണ് അർത്ഥം. അവിടെ നമുക്ക് യു ഡോണ്ട് ഹാവ് ടു സീ, നിർബന്ധമൊന്നുമില്ല, കാണേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഡോണ്ട് ഹാവ് ടു. ഡോണ്ട് എന്ന് പറഞ്ഞാൽ ഡു നോട്ട് ഹാവ് ടു സീ ദ ഡോക്ടർ എന്നാണ് പറയാ. ഷുഡിന്റ് എന്താ ഉപയോഗിക്കാതിരുന്നത്? ഒരിക്കലും നിങ്ങൾ ഡോക്ടറെ കാണരുത് എന്ന് പറയുന്ന അർത്ഥം വരുന്നത് കൊണ്ടാണ് അവിടെ ഡോണ്ട് ഹാവ് ടു എന്ന് പറയുന്ന വേർബ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, സിമിലർലി
നമുക്ക് കുറച്ച് പ്രാക്ടീസസ് ചെയ്യാം. വുഡ്, മേ, ക്യാൻ, കുഡ്, ഷുഡ്, മസ്റ്റ് എല്ലാം യൂസ് ചെയ്തിട്ട് കുറച്ച് വേർഡ്സ് എങ്ങനെ സംസാരിക്കാൻ നോക്കാം. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വുഡ് ലൈക്ക് ടു സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. വുഡ് ലൈക്ക് എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നു. മേ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. മേ ഐ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമോ? ഐ മേ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ മേ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാമായിരുന്നു. ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. അവിടെയും എന്താ വന്നത്? എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഷുഡ് ആൻഡ് മസ്റ്റ് ഹാവ് ദ സെയിം മീനിങ്. നിർബന്ധമായും, ഷുഡ് നിർബന്ധമായും ചെയ്യണം, അല്ലെങ്കിൽ മസ്റ്റ് നിർബന്ധമായും ചെയ്യണം എന്നുള്ള മീനിങ് ആണ് വരിക. അതാണ് ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ മസ്റ്റ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് പറയുന്ന സെയിം മീനിങ് ആണ് അവിടെ വരുന്നത്. ഈ സെയിം പാറ്റേണിൽ മറ്റൊരു വേർഡ് വെച്ചിട്ട് നോക്കാം. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹമുണ്ട്. മേ ഐ പ്ലേ ഫുട്ബോൾ. മേ ഐ പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാമോ? ഐ മേ പ്ലേ ഫുട്ബോൾ. ഐ മേ പ്ലേ ഫുട്ബോൾ. ഞാൻ ഫുട്ബോൾ കളിച്ചേക്കാം. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ. ഐ ക്യാൻ പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാം. ഐ കുഡ് പ്ലേ ഫുട്ബോൾ. ഐ കുഡ് പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കാമായിരുന്നു. ഐ ഷുഡ് പ്ലേ ഫുട്ബോൾ. ഐ ഷുഡ് പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കണം. ഐ മസ്റ്റ് പ്ലേ ഫുട്ബോൾ. ഐ മസ്റ്റ് പ്ലേ ഫുട്ബോൾ. എനിക്ക് ഫുട്ബോൾ കളിക്കണം. അപ്പോൾ നമ്മളെ ട്രെയിനേഴ്സ് നിങ്ങൾക്ക് ഇതുപോലെയായിരിക്കും ക്ലാസ് എടുത്ത് തരുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഇതുവരെയായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.